ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് പുത്തൻ 6 ബിസിനസ് ഐഡിയകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങാനും നിങ്ങൾ കണ്ടുവെക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും തുടങ്ങാവുന്ന 6 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഇതിനെ റിലേറ്റഡ് ബിസിനസ്സുകൾ എന്ന് പറയും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഉണ്ടെങ്കിൽ അതുമായി അനുബന്ധിച്ച് ചെയ്യാവുന്ന ബിസിനസ്സുകളെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ബിസിനസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളോ ഒരു കോളേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചുറ്റും ചെയ്യാവുന്ന 6 ബിസിനസ്സുകൾ. ഏറ്റവും ആദ്യത്തേത് ഡെഫിനറ്റ്ലി സ്റ്റേഷനറി ഷോപ്പുകൾ തന്നെയാണ്. അപ്പോൾ സ്റ്റേഷനറി ഷോപ്പുകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി ആണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാധ്യതയുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളും അതുമായി പഠിക്കാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളും വെറൈറ്റിയിൽ യുണീക്കായിട്ട് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ പെട്ടെന്ന് ഒരു സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്ന ഒരു സ്റ്റേഷനറി അല്ല നിങ്ങൾ തുടങ്ങേണ്ടത്. അതിനു പകരം അവിടുത്തെ കുട്ടികളുടെ ടേസ്റ്റും രീതികളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഏത് പ്രായത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് ആവശ്യം വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ലൈൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്റ്റേഷനറി ഒരു കിടിലൻ ബിസിനസ്സാണ്. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫോട്ടോസ്റ്റാറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കലും ഒക്കെ ആയിട്ടുള്ള ഷോപ്പുകളാണ്. ഇത് ഒരുപാട് കോളേജുകളുടെ അടുത്തൊക്കെ കാണാവുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ പ്രൊഫഷണലായി ചെയ്യുകയാണെങ്കിൽ വലിയ സാധ്യതയാണ് ഈ ഫോട്ടോസ്റ്റാറ്റ് സംവിധാനങ്ങൾക്കും പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതിനും മേക്ക് ചെയ്യുന്നതിനും കൃത്യമായി ഡെലിവർ ചെയ്യുന്നതിനുമൊക്കെ. അപ്പോൾ പ്രൊജക്റ്റുകളൊക്കെ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കി അത് ഏറ്റവും അതിൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ ഭംഗിയൊക്കെ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നല്ല രീതിയിൽ അതിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. കുട്ടികളൊക്കെ കുറച്ചൊക്കെ ഫൈനാൻഷ്യലി സ്വയം പര്യാപ്തരാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി നല്ല രീതിയിൽ ചെയ്താൽ വലിയ രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബിസിനസ് കഫേ അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പുകളാണ്. കഫേയും ജ്യൂസ് ഷോപ്പുകളും ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തൊക്കെ വളരെയധികം കോംപ്രമൈസ് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ പർച്ചേസിങ് പവറിലേക്ക് കുട്ടികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പുതിയ തരത്തിലുള്ള ഐറ്റംസ് അടക്കം കൊണ്ടുവന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും സ്നാക്സും ഒക്കെ കൊണ്ടുവന്നാൽ വലിയ സാധ്യതയാണ് കഫേക്കും ജ്യൂസ് ഷോപ്പുകൾക്കൊക്കെ ഉള്ളത്. കുട്ടികളുടെ വലിയൊരു അട്രാക്ഷനും അല്ലെങ്കിൽ ഒരു ഹബ്ബും ഒക്കെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ പോയിന്റുകളെ ഉപയോഗിക്കാം. അപ്പോൾ ഈ കഫേ കോഫി ഡേ ഒക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന പോലെ ബിസിനസ് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു ഇടം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടം എന്നുള്ള രീതിയിലാക്കി മാറ്റിയാൽ, സാധാരണ കഫേയിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് അവർക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുള്ള തരത്തിലേക്ക് അതിനെ ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് ആ ഒരു കഫേ അല്ലെങ്കിൽ ജ്യൂസ് പാർലറിനെയോ നമുക്ക് മാറ്റിയെടുക്കാം. അടുത്തത് ഒരു ഗെയിമിംഗ് ഷോപ്പാണ്. പലപ്പോഴും നമ്മൾ മാളുകളിലൊക്കെയാണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോർ കണ്ടിട്ടുള്ളത്. പലതരത്തിലുള്ള ഗെയിംസ്, പലതരത്തിലുള്ള വീഡിയോ ഗെയിംസ്, ഇൻട്രാക്റ്റീവ് ഗെയിംസ്, വിർച്വൽ റിയാലിറ്റി കണക്റ്റഡ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ആയിട്ടുള്ള ഷോപ്പുകൾ. ഇത്തരത്തിലുള്ള ഷോപ്പുകൾക്ക്, ഇത്തരത്തിലുള്ള ഫ്ലോറുകൾക്ക് വലിയ സാധ്യത സ്കൂളുകൾക്കും കോളേജുകൾക്കും അടുത്തൊക്കെ ഉണ്ട്. അവർ സ്കൂളിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ പോകുമ്പോഴും ഒക്കെ ഏകദേശം അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇനിയുള്ള കുട്ടികൾ തയ്യാറാവും. കാരണം വിർച്വൽ റിയാലിറ്റി ഒക്കെ മുന്നിലേക്ക് വരുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. തീർച്ചയായിട്ടും ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള, ഫ്യൂച്ചർ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഇത്തരം ഷോപ്പുകൾക്കും ഗെയിമിംഗ് കൺസോളുകൾക്കും ഗെയിമിംഗ് സ്റ്റേഷനുകൾക്കും ഒക്കെ വലിയ സാധ്യതയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ഷോപ്പുകൾ നിങ്ങൾക്ക് ആരംഭിക്കാം. അടുത്ത ഒരു സാധ്യത ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവർ കുറച്ച് ടീനേജേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ടോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ്. ഫാഷൻ്റെ കാര്യത്തിലും പണ്ട് കാലത്ത് പാരൻസാണ് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും കുട്ടികളാണ് അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട യുണീക്കായിട്ടുള്ള ഡ്രസ്സുകൾ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ്, പുതിയ തരത്തിലുള്ള ടോയ്സ്, റോബോട്ടിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ടോയ്സ്, ഇതിൻ്റെയൊക്കെ ഷോപ്പുകൾക്കും വലിയ സാധ്യതയുണ്ട്. ഇത് സ്കൂളുകളാവട്ടെ കോളേജുകളാവട്ടെ പ്രായവ്യത്യാസം ഇല്ലാതെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ആൻഡ് ഫൈനലി ഒരു പെറ്റ് ഷോപ്പിന് വലിയ സാധ്യതയുണ്ട്. കാരണം കുട്ടികളെന്നല്ല, ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള മിക്ക ആളുകളും പെറ്റ്സിനെ എടുത്ത് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി പെറ്റ്സിനോട് നമുക്ക് കൂടുതൽ ബന്ധം ഉണ്ടാവും. കാരണം എപ്പോൾ വിളിച്ചാലും വരുന്ന ഒരു സാധനമാണ് നമ്മുടെ പെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ വളരെയധികം താലോലിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഇഷ്ടം തോന്നുന്ന തരത്തിൽ
പൂച്ചക്കുട്ടികളും നായ്ക്കുട്ടികളും ഒക്കെ, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പലതരത്തിലുള്ള ഫോറിൻ ബ്രീഡ് അടക്കമുള്ള നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള കേജ്, അതിനനുസരിച്ചുള്ള പെറ്റ് ഫുഡ്, ഇങ്ങനെ പെറ്റ്സിന് വേണ്ടി മാത്രമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഹബ്ബുകൾ, ഇതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെയെല്ലാം ഈ 6 ബിസിനസ്സുകളാണ് ഞാൻ പറഞ്ഞത്. ഈ 6 ബിസിനസ്സുകളുടെയും പ്രത്യേകത, അവിടെ നമുക്കൊരു വാവ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റണം. പ്രത്യേകിച്ചും കുട്ടികളാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്ക് വലിയ ഒരു വാവ് ഫാക്ടർ ഇനീഷ്യലി തന്നെ ഫീൽ ചെയ്താലാണ് ആ പർച്ചേസ് നടക്കുക. ഒരുപക്ഷെ ഒരു ഫൈനൽ പർച്ചേസ് നടത്തുന്നത് അവരുടെ പാരൻ്റ് ആയിരിക്കാം. ഒരുപക്ഷെ പാരൻറ്റിൻ്റെ അടുത്ത് ഇവരൊരു ഒപ്പീനിയൻ ലീഡറിനെ പോലെ വർക്ക് ചെയ്ത് അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത് പാരൻറ്റിനെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. എന്താണെങ്കിലും ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആദ്യത്തെ വിഷ്വൽസിലൂടെയും ഇതിൻ്റെ പ്രസൻറ്റേഷനിലൂടെയും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചാലാണ് തീർച്ചയായിട്ടും ഇത് സക്സസ്ഫുൾ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഐഡിയാസ് ഒന്നും പുതിയതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ യാതൊരു സംശയം വേണ്ട, പുതിയ തരത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളായിട്ട് ഇതിന് ചുറ്റും തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ബിസിനസ്സുകളാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഇനിയും ബിസിനസ്സുകളുണ്ട്. പക്ഷേ ഈ 6 ബിസിനസ്സുകൾ തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരിസരത്ത് വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സുകൾ തന്നെയാണ്. All the best.